നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് മൊബൈൽ ഫോണുകൾ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രാജ്യത്ത് റെക്കോർഡ് കയറ്റുമതിയാണ് എന്നാണ് പറയുന്നത്. 2024 കയറ്റുമതി മൂല്യം $20.4 ബില്യൺ കടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ള ഒരു വാർത്തയാണ്. 44% വർധനവ്, അതായത് ആപ്പിൾ 65% വർധനവും സാംസങ് 20% വർധനവും. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് പദ്ധതി മൊബൈൽ ഉൽപ്പാദന മേഖലയിലെ കയറ്റുമതിയും തൊഴിലവസരങ്ങളും ഗണ്യമായി ഉയർത്തതാണ് ഇത് വർദ്ധിക്കാൻ കാരണമെന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആപ്പിളിൻ്റെയും സാംസങ്ങിൻ്റെയും ഒക്കെ പ്ലാന്റുകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ആപ്പിളും സാംസങ്ങും ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങളല്ല, പക്ഷേ അവരുടെ പ്ലാന്റുകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നിട്ട് അവർ വിദേശത്തേക്ക് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇവിടുന്ന് കയറ്റി അയക്കുന്നുണ്ട്. അതിൻ്റെ പാർട്സുകളായിരിക്കും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്, പിന്നെ അത് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആയിട്ട് മാറ്റുകയായിരിക്കും. അതിൻ്റെ സാങ്കേതികവിദ്യ ആപ്പിൾ സാംസങ് കമ്പനി ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ ഒരുപാട് ലേബറേഴ്സിനെ കിട്ടാനുണ്ട്. സാധാരണ അത് ചൈനയിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ചൈനയിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ലേബറേഴ്സ് കിട്ടുന്നത്. അതുകൊണ്ട് ലോകത്തിലെ എല്ലാ മൊബൈൽ ഫോൺ കമ്പനികളും ചൈനയിലാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ഇന്ത്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ദശലക്ഷം കോടി രൂപയുടെ വിറ്റുവരവ് ഇപ്പോൾ ഇന്ത്യക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല, രണ്ട് നല്ല കമ്പനികളാണ് ആപ്പിളും സാംസങ്ങും. ഇപ്പോൾ നമ്മൾ സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ 80% ആളുകളുടെ കയ്യിൽ ഒന്നുകിൽ സാംസങ് ആയിരിക്കും, അല്ലെങ്കിൽ ആപ്പിൾ ഫോണുകളായിരിക്കും. രണ്ടും ഹൈ ക്വാളിറ്റിയാണ്. സാംസങ്ങിൻ്റെയും ആപ്പിളിൻ്റെയും ഒക്കെ ഫോണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മറ്റുള്ള ഫോണുകളുമായിട്ട് വളരെ ഉയർന്നാണ് ഇരിക്കുന്നത്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ഓൺലൈൻ സോഫ്റ്റ്വെയർ അപ്ഡേഷൻസ് ഉണ്ട്, ഒരുപാട് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഉണ്ട്. ഫോൺ ഹാങ് ആവുന്നില്ല, അത് കേടാവുന്നില്ല. അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഹൈ ക്വാളിറ്റി ഉണ്ട്, ഡ്യൂറബിലിറ്റി ഉണ്ട്, ബാറ്ററി കത്തിപ്പോകുന്നില്ല, ബാറ്ററി കറക്റ്റായിട്ടുള്ള ചാർജ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാ കമ്പോണൻസും ഹൈ ക്വാളിറ്റിയാണ്. ഇൻറ്റേർണൽ എക്സ്റ്റേർണൽ കമ്പോണൻസൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങളുള്ള ഫോണുകളാണ് ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് കമ്പനികളിലെ ഫോണുകൾ. അതുകൊണ്ടാണ് ഇന്ത്യയിൽ അധികം പേരും അത് പ്രിഫർ ചെയ്യുന്നത്. മറ്റുള്ള ചൈനക്കാരുടെ ഫോണുകളും അതുപോലെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന മറ്റുള്ള ഫോണുകൾക്കൊന്നും ഹൈ ക്വാളിറ്റി ഇല്ല. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ ഒരുപാട് ചെറുപ്പക്കാർ ഐഫോൺ അന്ധമായി ആരാധിക്കുന്ന ചെറുപ്പക്കാരാണ്. സ്വന്തമായിട്ടൊരു ഐഫോൺ സ്വന്തമായിട്ടുണ്ടാവുക എന്നുള്ളത് അഭിമാനത്തിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐഫോണുകൾ വരുമ്പോൾ ഒരുപാട് പേര് അത് വാങ്ങുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് സാംസങ്ങിന് മാത്രമാണ് ഐഫോണുമായിട്ട് കിടപിടിക്കാൻ പറ്റുന്നത്. ഐഫോണുമായിട്ട് കിടപിടിക്കാൻ പറ്റുന്ന ഒരുപാട് മോഡൽ സാംസങ്ങിൻ്റെ കയ്യിലും ഉണ്ട്.